വിചിത്രമായ സംഭവമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കൊരു കൗതുകമുണ്ട്. ഞാൻ നമ്മുടെ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഏതാണ്ട് 6 ലക്ഷത്തിലധികം രൂപയ്ക്ക് ചായ കുടിച്ചത്, അത് 3 മാസം എന്നുള്ളതാണ് കൃത്യമായ കണക്ക്. അതായത് ഫെബ്രുവരി 2-ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവ് നമ്മുടെ പക്കലുണ്ട്. ആ ഉത്തരവിൽ പറയുന്നത് ഈ 3 മാസം ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ചായയും കടിയും കഴിച്ച വകയിൽ ചെലവായത് 6,05,434 രൂപയാണ്. അതായത് കണക്ക് പറയുന്നു 2025 ഒക്ടോബറിൽ 2,63,085, 2025 നവംബറിൽ 1,97,286, 2020 നമ്മുടെ നാട്ടിലെ പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി, അതായത് കുറേ നാള് വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടുന്നത് 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ. ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റില് ചായ കുടിക്ക് ഉപയോഗിക്കുന്നത് 6 ലക്ഷം രൂപ, അതും 3 മാസം കൂടുമ്പോൾ. ഇത് ഒരു വർഷത്തേക്കാകുമ്പോഴത്തേക്കും 24 ലക്ഷം രൂപയാവും. എത്ര പേർക്ക്, ഒരു 10-50 പേർക്ക് ചായ കുടിക്കാൻ വേണ്ടി എടുക്കുന്ന പൈസയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 24 ലക്ഷം രൂപ ഒരു വർഷം. ഈ കണക്ക് 10 വർഷത്തേക്ക് നോക്കുവാണെങ്കിൽ 2,40,00,000 രൂപയാണ് ഒരു ചായ കുടിക്ക് ആവുന്നത്. ഒരു ശരാശരി ഒരു ചായയുടെ വില എത്രയാ? 12 രൂപ. ഈ ചായ കുടിയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചായക്കെന്ന് പറഞ്ഞ ഒരു ലക്ഷറി സ്റ്റാറ്റസിന്റെ ഫീലല്ലേ കിട്ടുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിന്റെ സൗകര്യങ്ങളാണ്. അതായത് ഒരു പൊതുപണത്തിന്റെ ദുർവിനിയോഗം, അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഇല്ലായ്മ, ഇതിനെല്ലാം ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇല്ലേ. ഫണ്ടൊക്കെ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കുന്ന ചായയാണ് ഇവർ മോന്തി വയറ്റിലോട്ട് കയറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ് പോണത് അവനവന്റെ കീശയെന്നാകുമ്പോഴത്തേനും ഇതിന് ഉത്തരവാദിത്വം ഉണ്ടാവും. ദിവസവും കഷ്ടപ്പെടുന്ന ആളുകൾ പോലും ഒരു നേരത്തെ ചായ ആലോചിച്ചാണ് കുടിക്കുന്നത്. അപ്പോഴാണ് ഇവരുടെ, അതായത് ഈ സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിമാരുടെ ലക്ഷറി ചായ കുടി. വ്യക്തമായ മറുപടി ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം 100% ന്യായമാണ്. പൊതുപണം സ്വകാര്യ സൗകര്യമായിട്ട് മാറുമ്പോഴാണ് ജനാധിപത്യം എന്നത് തമാശയായി മാറുന്നത്. അത് ഏത് പാർട്ടിയിലാണെങ്കിലും ഏത് പദവിയിലാണെങ്കിലും. അവനവന്റെ കീശയെന്ന് ഈ ചായക്കാശ് പോകുമ്പോഴേ ഇതിന്റെ വില അറിയത്തുള്ളൂ. അങ്ങനെ ഒരു നിയമമാണ് ഇവിടെ വരുന്നത്. സ്വന്തം ചായക്കാശ് സ്വന്തം കീശന്ന് തന്നെ പോട്ടെ.